നമ്മൾ ഇന്ന് കല്യാണത്തിന്റെ വ്ലോഗാണ് നിങ്ങൾക്ക് കല്യാണ തലേന്ന് നാളെ കല്യാണം 2 വ്ലോഗ് കൂടെ നമുക്ക്. സോ ടുഡേ ഞങ്ങളുടെ ആരുടെ മാമിന്റെയും മോന്റെ, അതായത് മൂത്ത മകൻ ഞങ്ങളുടെ ഡോക്ടർ. നമ്മുടെ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നല്ല ആംബിയൻസ് ഉള്ളതാണ്. ഞങ്ങൾ നല്ല കുട്ടികളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, മാമി 6 മണിക്ക് പരിപാടി തുടങ്ങും പറഞ്ഞു. ഞങ്ങൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ലേറ്റ് ആയി എന്നാണ്. കുറച്ച് നാളിന് ശേഷം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കല്യാണ വ്ലോഗാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കല്യാണ വ്ലോഗല്ല, കല്യാണത്തിന്റെ തലേന്നത്തെ ദിവസമാണ്. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആരുടെ കല്യാണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് എന്റെ ഉപ്പാടെ പെങ്ങടെ മോന്റെ കല്യാണം. എന്റെ ഉപ്പാക്ക് 4 പെങ്ങന്മാരാണ്. അതിലെ 3 പേര് ഇല്ല, അതിലെ 2 പേര് ഈ വീഡിയോയിലുണ്ട്. ഈ മഞ്ഞ ഇട്ടേക്കുന്നതും അതുപോലെ റോസ് ഇട്ടേക്കുന്നതുമാണ് 2 മാമിമാര്. ഇനി 2 മാമിമാര് കൂടി ഇതിൽ ഒരു മാമിയുടെ മോന്റെ കല്യാണത്തിനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് കല്യാണമല്ല, കല്യാണ തലേന്ന് ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ഫാമിലീസും അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. എന്നാൽ അത്യാവശ്യം വലിയ ഫംഗ്ഷൻ ആയിരുന്നു. ഇതിൽ കാണുന്ന ഒക്കെ മാമിയുടെ മക്കളാണ് കേട്ടോ. എല്ലാവരും നിങ്ങൾ പല പല വീഡിയോസിലായിട്ട് മേ ബി കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹലോ റീന, ഹലോ, ഫസ്റ്റ് ടൈം അറ്റൻഡിങ് സച്ച് എ ഗ്രാൻഡ് ഫംഗ്ഷൻ ഇൻ യുവർ എവർ ലൈഫ്. വാവ്. വിളിക്ക ബ്ലോഗിലൊരു ഹായ് പറയൂ. This is our എന്താ പറയാ നാളത്തെ ഗ്രൂം ഡോക്ടർ നബീൽ. ആക്ച്വലി ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വള എത്ര വേണമല്ലോ ആർക്ക് വേണമെന്ന് വെച്ചാൽ ഇടാം. അവർക്കത് വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് മൈലാഞ്ചി ഇട്ട് തരും. ഈ നിൽക്കുന്നതാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ വാപ്പ. ഇവരുടെ തന്നെ ഈവന്റ് ആണ് ഈ പരിപാടിയെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നതും. ഈ വീഡിയോയിൽ കാണുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും എൻ്റെ ഉപ്പാടെ പെങ്ങന്മാരുടെ മക്കള്, മരുമക്കള്, അതുപോലെ ഉപ്പാടെ ജ്യേഷ്ഠനാനിയന്മാരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഉള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് കല്യാണ ചെറുക്കൻ്റെ ഉമ്മയും അതായത് എൻ്റെ ഒരു മാമിയെയും കാണിച്ചു തരാം. ഇതാണ് കല്യാണ ചെറുക്കൻ്റെ ഉമ്മ അഥവാ എൻ്റെ ഒരു മാമി. കല്യാണത്തിന്റെ മെയിൻ പരിപാടിയാണല്ലോ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. കോയിൻ പൊറോട്ടയും അതുപോലെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സലാഡും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ചായയും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്നെല്ലാം കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ തലേന്നത്തെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാവേ. എനിക്ക് മൈക്ക് കൈമാറി. ഇവിടെ എന്ത് ഫോൾട്ട് വന്നാലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റോ. അങ്ങനെ പറയല്ലേ എന്നുള്ളതിന് സിമ്പിൾ എന്തായിരുന്നു. എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനാ ഇവിടെ കൂടിയിട്ടുള്ളത്. ഒബ്വിയസ്ലി ഇവിടെ എല്ലാവരും വേണ്ടപ്പെട്ട നമ്മുടെ ബിലിക്കാടെ കല്യാണമാണെന്ന്.
എല്ലാം കാണും പരിതാനേ. തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി.